നമസ്കാരം. ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. CBI അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഫെഡറൽ തത്വത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിൽ നടത്തിവന്ന ഭരണഘടനാ സംരക്ഷണ ധർണ അവസാനിച്ചു. 3 ദിവസത്തോളം നീണ്ട ഒരു നാടകത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ്. രാജ്യത്തൊട്ടാകെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മമതയ്ക്ക് ഈ കാര്യത്തിൽ അവരുടെ പിന്തുണ അറിയിച്ച് രംഗത്തു വന്നു. നരേന്ദ്രമോദിയുടെ ഇത്തരം വഴിവിട്ട ഇടപാടുകൾക്കെതിരെ സുശക്തമായ പോരാട്ടം നയിക്കുകയാണ് മമത എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എല്ലാ പാർട്ടികളും, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അവർക്ക് പിന്തുണ നൽകിയത്. CPIM പക്ഷേ നിരുപാധികമായ പിന്തുണ മമതയ്ക്ക് നൽകാൻ തയ്യാറായില്ല. CBIയെ സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ശാരദ ചിട്ടി തട്ടിപ്പു കേസിൽ മമതയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് CPIM നിലകൊണ്ടത്. മമത ഇപ്പോൾ പയറ്റുന്നത് കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയാണെന്ന ബോധ്യവും അവരെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കാൻ CPIMനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം. നമ്മൾ ഈ ദിവസങ്ങളിലെ രാഷ്ട്രീയ നാടകത്തിന് തിരശ്ശീല വീഴുമ്പോൾ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് എന്ന് പരിശോധിക്കുകയാണ് ആദ്യം ന്യൂസ് തിയേറ്ററിൽ. മമതാ ബാനർജി അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെയാണ് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചത്. CBIയെ കൊൽക്കത്തയിലെ പ്രധാനികളുടെ പടിവാതിൽക്കൽ കൊണ്ടുവന്ന് നിർത്തി മമതയെ ഭയപ്പെടുത്താമെന്ന് സർക്കാർ വിചാരിച്ചു. യോഗിയെയും അമിത്ഷായെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബംഗാളിൽ ഇറക്കില്ല എന്ന് വാശി പിടിച്ച മമതയ്ക്കുള്ള മറുപടി ഇങ്ങനെയാവട്ടെ എന്ന് സർക്കാർ നനച്ചു. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു പ്രതികരണത്തിലൂടെ ഞെട്ടിക്കുകയാണ് അവർ ചെയ്തത്. എന്തായിരുന്നു അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഇന്ന് ന്യൂസ് തിയേറ്ററിൽ. ആദ്യം മമതാ ബാനർജിയെ സംബന്ധിച്ചോളം അവരെന്ത് നേടി എന്നതാണ്, ഈ സമരം കൊണ്ട് എന്ത് നേടി എന്നതാണ് പരിശോധിക്കേണ്ട ആദ്യ വിഷയമെന്ന് തോന്നുന്നു. മോദിയെ എതിരിടാൻ പോന്ന ശേഷിയുള്ള നേതാവെന്ന പ്രതിച്ഛായ അവർ നേടിയോ? നേടി എന്ന് പറയേണ്ടി വരും ഒരർത്ഥത്തിൽ. കാരണം നരേന്ദ്രമോദി CBIയെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സുശക്തമായ പോരാട്ടം നയിച്ചു മമത എന്നാണ് അവരവകാശപ്പെടുന്നത്. കോൺഗ്രസ് അടക്കമുള്ള സകല പാർട്ടികളും, പ്രതിപക്ഷ ചേരിയിലുള്ള BJP വിരുദ്ധ നയം പേറുന്ന എല്ലാ പാർട്ടികളും അവരെ പിന്തുണച്ചു. ആ നിലയ്ക്ക് പ്രതിപക്ഷ ചേരിയിലെ ഒരു ഫ്രണ്ട് റണ്ണറാവാൻ മുന്നിലോടുന്ന പ്രധാനപ്പെട്ട നേതാവും പാർട്ടിയും താനാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അത് അവരുടെ ഒരു ഗെയിം പ്ലാനിൻ്റെ സക്സസ് ആണ്. മറ്റൊന്ന്, ബംഗാൾ വികാരം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ പിന്തുണ പിന്നെയും കൂട്ടിയോ എന്നതാണ്. പശ്ചിമ ബംഗാളിൽ BJP ഒരു നിർണായക മുന്നേറ്റം നടത്തുമെന്നാണ് രവിശങ്കർ പ്രസാദിനെ പോലെയുള്ള ആളുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതിനകത്ത് BJPക്ക് ചെറുതല്ലാത്ത മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് മമതയും ഭയക്കുന്നുണ്ടാവണം. പിന്നെ CPIMും വലിയ റാലികളും മറ്റും സംഘടിപ്പിച്ച് അവിടെ അവരുടെ ശക്തി എങ്ങനെയും തെളിയിക്കാൻ, ഒലിച്ചു പോയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം ആഭ്യന്തര ഭീഷണികളെ തടയാൻ മമതയ്ക്ക് കഴിയുന്നത് ബംഗാൾ എന്ന സംസ്ഥാനത്തേക്ക് നരേന്ദ്രമോദി കടന്നു വരാൻ പോകുന്നു. ഇവിടെ ബംഗാളിൽ തൃണമൂലിനെ തകർത്ത് അവരുടെ വർഗീയ ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു. അതിനോട് ചെറുത്തു നിൽക്കുകയാണ് താൻ എന്ന വികാരം സൃഷ്ടിച്ച് BJP തൃണമൂൽ ദ്വന്ദ്വ വികാരം സൃഷ്ടിച്ച് ആഭ്യന്തരമായ പിന്തുണ വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിലും അവർക്ക് ആത്മവിശ്വാസമുണ്ടാകും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്ന്. മറ്റൊന്ന്, തട്ടിപ്പ് കേസിൽ പ്രതിരോധത്തിലാകാതെ തന്ത്രപരമായി അതിജീവിച്ചു എന്നതാണ്. ശാരദ റോസ്വാലി ചിട്ടി തട്ടിപ്പ് ഹീനമായ ഒരു തട്ടിപ്പിൻ്റെ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്ന ഒന്നാണ്. 18 ലക്ഷത്തോളം മനുഷ്യരെ പറ്റിച്ച കഥയാണത്. ആ കേസിൽ തൃണമൂൽ കോൺഗ്രസ് തട്ടിപ്പുകാർക്കൊപ്പമാണ് നിലകൊണ്ടത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന സത്യം. അതിൽ പകുതി പേരെ ഇപ്പോൾ BJP സംരക്ഷിക്കുന്നു, കുറേ അധികം പേരെ തൃണമൂലും സംരക്ഷിക്കുന്നു. തൃണമൂൽ നേതാക്കളുടെ തണലിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ തഴച്ചു വളർന്നതെന്ന് നമുക്കറിയാം. ആ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് CBI വരുന്നത്. ആ തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണവും അതേക്കുറിച്ചുള്ള ചർച്ചകളും അതിന്മേലുണ്ടാവുന്ന നടപടികളുമെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് അഴിമതി വിരുദ്ധത പറയുന്ന തൃണമൂലിന് കനത്ത തിരിച്ചടിയാകുമെന്ന് മമതയ്ക്കറിയാം. ഇത്തരമൊരു നാടകത്തിലൂടെ അതിനെ മുക്കിക്കളയാനും പകരം മമതയ്ക്ക് കൂടുതൽ പിന്തുണ, നേരത്തെ ഇക്കാര്യത്തിൽ എതിർത്ത കോൺഗ്രസിനെ കൊണ്ടുപോലും പിന്തുണ നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞുവെന്നത് അവരുടെ തന്ത്രപരമായ ഒരു മുന്നേറ്റത്തിൻ്റെ വിജയമാണ്. മറ്റൊന്ന്, CPM നടത്തിയിട്ടുള്ള ഒരു പടുകൂറ്റൻ റാലിയെ വാർത്തകളിൽ നിന്ന് അകറ്റാൻ അവർക്ക് കഴിഞ്ഞോ എന്നതാണ്. ബ്രിഗേഡ് മൈതാനിയിൽ CPIM ഒരു റാലി നടത്തുന്നു. 10 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു. വലിയ തോതിൽ സംഘടന ഒലിച്ചുപോയി എന്ന് കരുതുന്ന സ്ഥലത്താണ് CPM അവിടെ ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ച് ഒരു റാലി നടത്തുന്നത്. ഇതൊക്കെ വോട്ടാകുമോ എന്നറിയില്ലെങ്കിൽ കൂടി സംഘടനാ സംവിധാനത്തെ അവിടെ ചലിപ്പിക്കാൻ CPMന് കഴിഞ്ഞു എന്നത് അത്
പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിൽ തത്സമയ വാർത്തകളായി വരുന്നത് മമതയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ട് അവയെ അപ്രസക്തമാക്കാനും ഏതെങ്കിലും നിലയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും CPM അനുകൂല വികാരമുണ്ടായി വരുന്നതിന് ചെറുക്കാനും BJPയോടുള്ള ഏറ്റവും കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ആൾ താനാണെന്ന് സ്ഥാപിക്കാൻ ഈ നാടകം മമതയ്ക്ക് അനിവാര്യമായിരുന്നു. അവരതിനെ ആ നിലയ്ക്കും ഉപയോഗിച്ചു. അതിലൊരു പക്ഷേ അവർക്ക് CPMൻ്റെ ഈ സമരത്തെ, ഈ റാലിയെ വാർത്തകൾ നകറ്റാൻ ഇതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടാവും. BJPയുടെ മുന്നേറ്റ സാധ്യതയെ പുതിയ സമരത്തിലൂടെ തകർത്തു എന്നതാണ്. BJP അവിടെ 15ഓളം സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അത്തരമൊരു നീക്കത്തിൽ അവരെ പരാജയപ്പെടുത്താൻ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഒരു നീക്കത്തിലൂടെ ഒരു ഡിവൈഡ് ഉണ്ടാക്കിയെടുക്കാനും BJP ബംഗാളിനെ തകർക്കാൻ വരികയാണെന്ന ബംഗാൾ വികാരം സൃഷ്ടിക്കാനും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പരിപൂർണമായ വിശ്വാസം ആർജിക്കുകയും ചെയ്യുക വഴി BJPയുടെ വരവിനെ തടയാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് മമതയ്ക്കുണ്ടായിരുന്നത്. അതിൽ അവർ വിജയിച്ചിട്ടുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പാണ് പറയേണ്ടത്. CBIയെ ഉപകരണമാക്കാനുള്ള തുടർ സാധ്യതയെ അവർ തണുപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ CBIയെ ഒരു ഉപകരണമാക്കി പല സ്റ്റേറ്റിലും ഇടപെടാൻ മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞേക്കാം. അങ്ങനെ ഇടപെടാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ ഇത്തരമൊരു എതിർപ്പിലൂടെ, അതിന് വലിയ തോതിലുള്ള പിന്തുണ ആർജിക്കുന്നതിലൂടെ വീണ്ടും CBIയെ വളരെ ഈസിയായ ഒരു ടൂളായി ഉപയോഗിക്കാമെന്ന് BJP നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ അതിന് വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവും, പ്രതിരോധമുണ്ടാവുമെന്ന സന്ദേശം നൽകാൻ മമതയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ ഒരുമിക്കുമെന്ന സന്ദേശം നൽകാൻ മറ്റു പാർട്ടി നേതാക്കളുടെ ഈ ഐക്യത്തിലൂടെ കഴിഞ്ഞു എന്നത് അവരുടെ ഒരു സക്സസ്സായി, അവരുടെ വിജയമായി കാണാം. UPA ഭരണകാലത്ത് മമതയ്ക്കെതിരെ അന്വേഷണത്തിനായി ഇടപെട്ടു. ഇനി നമുക്ക് അതിലേക്ക് പോവേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ കാര്യത്തിൽ അവർക്ക് എന്തൊക്കെ നേട്ടമുണ്ടായി കാണണം എന്നതിൻ്റെ പരിശോധനയാണ് ആദ്യം നടത്തിയതെങ്കിൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. UPA ഭരണകാലത്ത് മമതയ്ക്കെതിരെ അന്വേഷണത്തിനായി ഇടപെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ശാരദ റോസ്വാലി ചിട്ടി തട്ടിപ്പ് കേസിൽ തൃണമൂൽ നേതാക്കളുടെ വലിയ പരിരക്ഷയുണ്ടെന്നും ആ പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും അവരതിന് മറുപടി പറയണമെന്നും വലിയ രാഷ്ട്രീയ പ്രചാരണം സംഘടിപ്പിച്ചവരാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഇത്തരമൊരു കേസിൽ തന്നെ അവരെ പിന്തുണയ്ക്കുന്നത്. ശാരദ കേസിൽ മമതയ്ക്കെതിരെ അവർ രാഷ്ട്രീയ പ്രചാരണം സംഘടിപ്പിച്ചവരാണ്. ആ പാർട്ടിയാണ് ഇപ്പോൾ ഈ കേസിൽ വരുന്ന അന്വേഷണത്തെ ചെറുക്കാൻ മമതയ്ക്കൊപ്പം നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ തട്ടിപ്പ് തുറന്നു കാട്ടിയെന്ന് രംഗത്ത് വന്നിരുന്നു. BJP ഇപ്പോൾ അത് രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു. താങ്കൾക്ക് മറവി രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരട്ടെ എന്ന്. അപ്പോൾ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് മമത മറുചേരിയിലായിരിക്കെ മമതയ്ക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടവരാണ്. ഇന്നിപ്പോൾ അതേ തട്ടിപ്പ് കേസിൽ മമതയെ അവർക്ക് പിന്തുണയ്ക്കേണ്ടി വരുന്നു എന്നതാണ്. കോൺഗ്രസിനെ അത് ചൂണ്ടിക്കാട്ടി ആക്ഷേപിക്കുന്നുണ്ട് BJP. അഴിമതിക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പറയുന്ന BJPക്കെതിരെ അഴിമതി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ശാരദ റോസ്വാലി ചിട്ടി തട്ടിപ്പ് പോലെ പ്രമാദമായ വിപുലമായ ഒരു അഴിമതി കേസിൽ തൃണമൂൽ കോൺഗ്രസിനെ സംരക്ഷിക്കുന്നുവെന്നാണ് BJPയുടെ ഈ കാര്യത്തിലുള്ള മറുവാദം. കോൺഗ്രസ് അതിനൊരു പക്ഷേ ഉത്തരം പറയേണ്ടി വരുമായിരിക്കും. ബംഗാളിൽ മമതയ്ക്കെതിരായ ആയുധങ്ങളുടെ മൂർച്ച കുറയുമെന്ന ആത്മഹത്യാപരമായ പ്രശ്നവും കോൺഗ്രസിൻ്റെ മുമ്പിലുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവിടെ കോൺഗ്രസും തൃണമൂലും തമ്മിൽ ധാരണകളൊന്നുമില്ലെങ്കിൽ നേരിട്ടുള്ള മത്സരമാണ് എങ്കിൽ മമത ഇപ്പോൾ കൂടുതൽ മതേതര പക്ഷത്ത് സ്വീകാര്യത നേടിയ, കൂടുതൽ കരുത്തു നേടിയ ഒരു നേതാവാണ്. അവരും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് പോലും അംഗീകരിച്ച BJP വിരുദ്ധത മമതയ്ക്കുണ്ടല്ലോ എന്ന ജനത്തിൻ്റെ ചോദ്യത്തിന് മുൻപിൽ ഈ കോൺഗ്രസിൻ്റെ ആയുധങ്ങളുടെ മൂർച്ച കുറയുമോ എന്നാണ്. മറ്റൊന്ന്, ഇവിടെ CPIM ഒറ്റയ്ക്ക് നിലകൊള്ളുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഒന്നാണത്. മോദിയുടെ ലക്ഷ്യം തുറന്നു കാട്ടും, മമതയെ പിന്തുണയ്ക്കില്ല എന്നാണ് CPMൻ്റെ നിലപാട്. കാരണം മമതയും CPM തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തൃണമൂൽ, പശ്ചിമ ബംഗാൾ. അവിടെ CPIMൻ്റെ ഏറ്റവും പ്രധാന എതിരാളി തൃണമൂലാണ്. തൃണമൂലിൻ്റെയും BJPയുടെയും ഫാസത്തിനെതിരാണ് പോരാട്ടമെന്നാണ് CPM വിശദീകരിക്കുന്നത്. ബംഗാളിൽ CPMനെ തകർത്തത് തൃണമൂലാണ്. ഏതെങ്കിലും നിലയിൽ തൃണമൂലിനെ പിന്തുണയ്ക്കുക അവർക്ക് അത് രാഷ്ട്രീയ അബദ്ധമായിരിക്കുമെന്ന് ആ പാർട്ടി തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് അവർ സ്വീകരിക്കുന്നത്. ഗുരുതരമായ ഒരു തട്ടിപ്പ് കേസിൽ തൃണമൂലിനെ പിന്തുണയ്ക്കുന്നത് ആത്മവഞ്ചനയാണെന്ന് CPM പറയുന്നു. കാരണം ഇത്ര വലിയ ഒരു തട്ടിപ്പ് കേസിൽ, അഴിമതി കേസിൽ തൃണമൂൽ നേതാക്കളെയും മമതാ ബാനർജിയെയും പിന്തുണച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അത് ആ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്ന വിശദീകരണമാണ് ഔദ്യോഗികമായി CPIM നേതൃത്വം ഈ കാര്യത്തിൽ നൽകുന്നത്. മറ്റൊന്ന്, ബംഗാളിലെ എതിരാളിയെ പിന്തുണച്ചാൽ അവർ താരമാകുമെന്ന ഭീതി. അതായത് ഈ ആത്മവഞ്ചനയുടെ കാര്യമൊക്കെ പറയുമ്പോഴും
സത്യത്തിൽ പിന്തുണയ്ക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഇതെന്ന് CPM അറിയാം. കാരണം BJP ഇത്തരത്തിൽ അസാധാരണമാം വിധം നടപടിക്രമങ്ങളൊക്കെ തെറ്റിച്ച് CBIയെ സംസ്ഥാനത്ത് കൊണ്ടുവരികയാണ്, കേന്ദ്രസേനയെ സംസ്ഥാനത്ത് വിന്യസിക്കുകയാണ്. അതിൽ ഇടപെടേണ്ടതാണ് എന്നറിയാം, അതിൽ കർശനമായ ഒരു നിലപാട് പറഞ്ഞ് ഇപ്പുറത്തെ ചേരിക്കൊപ്പം നിൽക്കേണ്ടതാണെന്ന് അറിയാമെങ്കിലും ബംഗാളിൻ്റെ കാര്യത്തിൽ, മമതയുടെ കാര്യത്തിൽ ആ നിലപാട് സ്വീകരിക്കുന്നത് അവർ ഒരു താരമായി മാറും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അത് തങ്ങളുടെ സ്പേസ് ഇല്ലാതാക്കുമെന്ന് CPMന് ഭയമുണ്ട്. അതുതന്നെ ആയിരിക്കണം ആ നിലപാടിൻ്റെ പിന്നിൽ. മമത നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്ന കൃത്യമായ തിരിച്ചറിവ് ആ പാർട്ടിക്കുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടായേക്കാം. CPIMനെ സംബന്ധിച്ചോളം അത് കൂടുതൽ കൃത്യതയോടെയുണ്ട്. കാരണം മമത അവരുടെ സ്വന്തം സ്പേസിൽ അവരുടെ സ്വകാര്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്, രാഷ്ട്രീയ നാടകമാണിതെന്ന് അറിയാത്തവരുണ്ടാവില്ല. ആ നാടകത്തിന് തങ്ങൾ ചൂട്ടുപിടിച്ച് അതിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കേണ്ടതില്ല എന്ന് തന്നെ CPM കരുതുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത്തരമൊരു രാഷ്ട്രീയ വായനയാണ് കേൾക്കേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ ചില വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് ആ പാർട്ടിക്കറിയാം. BJP വിരുദ്ധതയിൽ ഇരട്ടത്താപ്പ് എന്ന വിമർശനം കേൾക്കേണ്ടി വരും. കാരണം BJP ഈ നടത്തുന്നത് രാഷ്ട്രീയ പദ്ധതിയാണെന്നും ഇതിനെ എതിർക്കേണ്ടതാണെന്നും മറ്റെല്ലാ പ്രതിപക്ഷ ചേരിയിലെ പാർട്ടികളും പറയുമ്പോഴും പക്ഷേ CPIM കർശനമായ ഒരു നിലപാടെടുത്ത് മമതയുടെ ചേരിക്കൊപ്പം നിൽക്കുന്നില്ല. പകരം അവരെയും തള്ളിക്കളഞ്ഞൊരു ബാലൻസിംഗ് ആയ സമീപനം സ്വീകരിക്കുകയാണ്. അത് വിമർശനമായി മാറുമെന്ന് അവർ വിചാരിക്കുന്നു. മറ്റൊന്ന് ഈ കാര്യത്തിൽ BJPയുടേതാണ്. BJP വെട്ടിലായിട്ടുണ്ടോ എന്ന്. ബംഗാളിൽ കേന്ദ്ര സർക്കാർ നേരിട്ടത് അപ്രതീക്ഷിതമായ നീക്കമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഇത്തരമൊരു ഇടപെടലിലൂടെ ബംഗാൾ സർക്കാരിനെ ഞെട്ടിക്കാം. അതായത് അമിത്ഷായ്ക്ക് അവിടെ പ്രവേശിക്കാനുള്ള അനുമതി, ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള അനുമതി ആദ്യം നിഷേധിക്കുന്നു. അതിനുശേഷം യോഗി ആദിത്യനാഥിന് അവിടെ ഇറങ്ങാനുള്ള അനുമതി നിഷേധിക്കുന്നു. ആ നിലയ്ക്ക് BJPയുടെ പ്രചാരണ പരിപാടികളെ അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളായ നേതാക്കൾ ഇറങ്ങുന്നത് തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ മമതയെ ഭയപ്പെടുത്താൻ, ഒപ്പം ബംഗാൾ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഏരിയയായി കാണുന്ന BJP ഉദ്ദേശിക്കുന്നത് മമതയെ ഭയപ്പെടുത്താനും അവരുടെ അഴിമതി കേസുകൾ എടുത്ത് പുറത്തിട്ട് അവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിരോധത്തിലാക്കാനുമാണ് CBI അവിടേക്ക് വരുന്നത് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ മമതയെ പൊളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മമത അപ്രതീക്ഷിതവും പൊതുവെ ആരും സ്വീകരിക്കാത്തതുമായ ഒരു നടപടി സ്വീകരിക്കുന്നു. പെട്ടെന്ന് CBI ഉദ്യോഗസ്ഥരെ തിരിച്ചറസ്റ്റ് ചെയ്യാൻ, കമ്മീഷണർ വീട്ടിൽ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പിന്തുണ അറിയിക്കാൻ, പെട്ടെന്ന് ഒരു ധർണ തുടങ്ങാനൊക്കെ തരത്തിലേക്ക് അവരുടെ പ്ലാൻ മാറുകയാണ്. അപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ BJPക്ക് സാധ്യമാകാതെ വരികയാണ്. അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് മടിയില്ലെങ്കിലും മമതയ്ക്ക് അതുവഴി മൈലേജ് ഉണ്ടായി പോകുമെന്ന് BJP ഭയപ്പെടുന്നു. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മമതയ്ക്ക് മൈലേജ് ഉണ്ടാക്കുന്നത് ബംഗാളിനകത്തുണ്ടാക്കിയാലും അവർക്ക് വലിയ നഷ്ടമാണ്. കാരണം ബംഗാളിനകത്ത് BJPക്ക് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയെ തകർക്കുക വയ്യ. ജയിച്ചാൽ മോദിക്കൊത്ത എതിരാളി എന്ന ഖ്യാതി, തോറ്റാൽ രക്തസാക്ഷി. അതായത് അവരുമായുള്ള ഏറ്റുമുട്ടലിൽ അവരെങ്ങാനും വിജയിച്ചു പോയാൽ, അവർക്ക് ഒരു രാഷ്ട്രീയ വിജയമുണ്ടായാൽ അവർ നരേന്ദ്രമോദിക്കൊത്ത സുശക്തയായ എതിരാളിയാണ് എന്ന വികാരം സൃഷ്ടിക്കപ്പെടും. ഇനിയിപ്പോൾ തോറ്റുപോയാൽ ബംഗാളിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ബംഗാളിൻ്റെ മതേതരമായ നിലനിൽപ്പിന് വേണ്ടി പോരാടി തോറ്റുപോയാലെന്ന രക്തസാക്ഷി പദവിയും കിട്ടും. ഇത് അപകടമാണ് എന്ന് BJPക്ക് അറിയാവുന്നതുകൊണ്ടാണ് പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്തത്. കോടതിയെ മുന്നിൽ നിർത്തി തന്ത്രപരമായി നീങ്ങാനാണ് BJP ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നിപ്പോൾ മമതയ്ക്ക് അക്കാര്യത്തിലൊരു തിരിച്ചടി നേരിടുകയും ചെയ്യേണ്ടി വന്നത്. അവിടുത്തെ പോലീസ് കമ്മീഷണർ ചോദ്യം ചെയ്യലിന് ഹാജരാവില്ല എന്ന തീരുമാനമാണ് എടുത്തിരുന്നത്. അതിനെയാണ് മമത പിന്തുണച്ചതെങ്കിൽ കോടതി ഇന്ന് അതിൽ ഹാജരായേ കഴിയൂ എന്ന കർശനമായ നിബന്ധന മുന്നോട്ട് വെച്ചു. അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതേ ഉള്ളൂ. അതുകൊണ്ട് കോടതിയെ മുൻനിർത്തി പ്രവർത്തിക്കുക എന്നതാണ്. മറ്റൊന്ന്, CBIയെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന മറുവാദമുയർത്തി പ്രതിപക്ഷ ചേരിയെ ദുർബലപ്പെടുത്താൻ, ആക്രമിക്കാൻ BJP ശ്രമിച്ചേക്കും. കാരണം CBI ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ലെന്നും അതൊരു സ്വതന്ത്ര ഏജൻസിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, അലോക് വർമ്മ എപ്പിസോഡൊക്കെ പരിശോധിക്കുമ്പോൾ സർക്കാർ അക്കാര്യത്തിൽ കുറേയധികം പഴി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇനിയിപ്പോൾ CBI സ്വതന്ത്രമായ ഒരു അഴിമതി കേസിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഘട്ടത്തിൽ അതിനെ ഇങ്ങനെ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അപ്പോൾ CBIയുടെ നിഷ്പക്ഷതയുടെ കാര്യത്തിൽ, CBIയുടെ സുതാര്യമായ ഇടപെടലിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഇരട്ടത്താപ്പാണ് എന്ന് BJP പറഞ്ഞേക്കും. അതിൽ തന്നെ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നു എന്ന പ്രചാരണവും. സുപ്രീം കോടതിയാണ് 2014 ഈ കേസിൽ CBI അന്വേഷണം നിർദ്ദേശിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് ദുർബലമായിരുന്നുവെന്ന് നമുക്കറിയാം. ഇപ്പോഴാണ് അന്വേഷണം വരുന്നത്. അങ്ങനെ ദുർബലമാകാൻ വിവിധങ്ങളായ കാരണമുണ്ട്. ഈ ചിട്ടി തട്ടിപ്പ് കേസിലെ പ്രധാനികളായ പലരും ഇന്ന് BJPക്കാരാണ്. പിടിച്ചാൽ അവരെയും പിടിക്കേണ്ടി വരും. അവരെ ഒഴിവാക്കിയാണ് അന്വേഷണം. അപ്പോൾ അതിനകത്ത് BJPക്കും കുറച്ചധികം താല്പര്യമേ ഉള്ളൂ. പക്ഷേ അവസാനമായപ്പോൾ മമതയെ കുരുക്കാൻ തക്കവണ്ണം ഇടപെടലിന് കുറച്ച് സ്പേസ് ബാക്കിയുള്ളത് ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ അവർ നോക്കുന്നത് എന്നതാണ്.